ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. അപ്പോൾ ഇന്ന് നമ്മൾ വാഗമണ്ണിലാണ് ഉള്ളത്. വാഗമണ്ണിൽ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ വാഗമണ്ണിൽ ഒരു ദിവസം വന്ന് താമസിച്ച് ഇവിടെ ചുറ്റി കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇതാട്ടോ വാഗമൺ ലേക്ക്. പിന്നെ ഭംഗിയെന്ന് നോക്കി, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അതായത് പെഡൽ ബോട്ട്, കയാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. തുഴച്ചിൽ അത് നമ്മുടെ കുട്ടിക്ക് 3 മാസം മാത്രമല്ലേ പ്രായമുള്ളൂ. ലൈഫ് ജാക്കറ്റ് ഇടത്തില്ലാത്തതുകൊണ്ട് കുട്ടിയെ കയറത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബോട്ടിംഗ് എടുക്കുന്നില്ല. എനിക്ക് ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ഈ പാലവും ഈ ലേക്കും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടേ. അതിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ടോ. നോക്ക്, ബാക്ക്ഗ്രൗണ്ടിൽ തേയിലത്തോട്ടവും ഒക്കെ ആയിട്ടൊരു അടിപൊളി ലേക്ക്. അപ്പോൾ ഇവിടെ എൻട്രി മാത്രമാണെങ്കിൽ പെർ ഹെഡ് 50 രൂപയാണ്. 6 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 50. ബോട്ടിങ്ങിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിന് 200. അപ്പം 4 പേർക്ക് വരെ മാക്സിമം കയറാമെന്ന് തോന്നുന്നു. പക്ഷേ തീരെ ചെറിയ കുട്ടികളെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കൈക്കുഞ്ഞുങ്ങളെയൊന്നും ബോട്ടിൽ കയറ്റില്ല. കാരണം നല്ല ആഴമുള്ള സ്ഥലമാണ്, 12 അടിയോളം ആഴമുണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പം അത് റിസ്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ലേക്ക് വരുന്നത് വാഗമൺ ടൗണിനോട് ചേർന്ന് തന്നെ കേട്ടോ. നേരെ ശരിക്കും പറഞ്ഞതുകൊണ്ട് ആ പുറകു സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടൗൺ കാണുന്നത്. ടൗണിനോട് തൊട്ടടുത്താണ്. ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഈ വാഗമൺ ലേക്കിലേക്ക് ദൂരമുള്ളൂ. അപ്പം ടൗണിൽ തന്നെയാണ്, ദൂരോട്ട് എങ്ങും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. കയാക്ക്, കൊട്ടവഞ്ചി, പെഡൽ ബോട്ടെല്ലാം ഉണ്ടേ. ഈ ലേക്കിൻ്റെ കരയിലാട്ടെ കുറച്ച് കുട്ടികൾക്ക് വേണ്ട ചെറിയൊരു ചിൽഡ്രൻ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് 2-3 ചെറിയ സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും അത്യാവശ്യം കുട്ടികൾക്കും ഉള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണേ. നമ്മൾ ജസ്റ്റ് വന്ന് ചെക്ക് ഇൻ ചെയ്തു, റൂം അറിയാകുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യുവാണേ. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് സ്പൈസ് ടീ ആണ്, ഉണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ വരുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ അതെ, ഒരു ഡീസൻറ്റ് അത്യാവശ്യം വലിപ്പമുള്ള, എനിക്കൊന്ന് ക്യൂൻ സൈസാണെന്ന് തോന്നുന്നു ബെഡ്. അതുപോലെ അതെ, ഇവിടെ നിന്നുള്ള വ്യൂ, ബാക്കിയുള്ള പ്രോപ്പർട്ടിയുടെ ബാക്കി വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. നമുക്ക് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി റൂംസും കാര്യങ്ങളൊക്കെയാണ് താഴേക്ക്. അതുപോലെ TV, പിന്നെ ഒരു ഡീസൻറ്റ് ബാത്റൂമും. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇങ്ങോട്ടേക്ക് ഒക്കെ ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ആകത്തുക. വൈകിട്ട് ഒരു 5 മണി ആയതുള്ളൂ കേട്ടോ. ഫുള്ള് കോടയിടിച്ച് കയറി കഴിഞ്ഞേ. ഇത് നമ്മൾ 3900 അടി ഉയരത്തിലാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓഹോ, ഞങ്ങൾ വന്ന സമയത്ത് നല്ല തെളിഞ്ഞ് നടക്കണമായിരുന്നു കേട്ടോ. ഇത്ര പെട്ടെന്നാണ് മുഴുവൻ കോടമഞ്ഞടിച്ച് കയറിയത്. ഇത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു പവലിയൻ പോലെ. താഴെ ഒരു ചെറിയ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് എനിക്ക് തോന്നുന്ന കയാക്കൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമാണോ അതോ വേറെ ഏതെങ്കിലും റിസോർട്ടാണോ എന്നറിയില്ല. ഏതായാലും നല്ല രസമുണ്ട്. ഇതാ കേട്ടോ ഇവിടുത്തെ പൂള്. അത്യാവശ്യം വലിയൊരു പൂളാണ്. അതുപോലെ തന്നെ ഇതേ കിഡ്സ് പൂള് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടോ? കുറച്ച് കാലമായിട്ട് ഫാമിലി ട്രിപ്പുകളൊന്നും ഇല്ലാത്ത എന്നാന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ റീസൺ എന്തേ 3ാമതൊരാളും കൂടി ഉണ്ടായിട്ടുണ്ട്. 3 മാസമായി കേട്ടോ ആശാന്. ഇതാട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഒത്തിരി വിശാലമായ റെസ്റ്റോറൻറ്റൊക്കെ തന്നെയാണ്. നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്, ബുഫേ ആണ്. അത്യാവശ്യം കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ നാടൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ വാഗമണ്ണിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി റിസോർട്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാറ്റഗറിയിലുമുള്ള റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് ബഡ്ജറ്റ് റൂംസ് മുതൽ പ്രൈവറ്റ് പൂൾ വില്ല വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിൻ്റർവെയിൽ ഗ്രീൻ സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്.
വാഗമണിൽ ടൗൺ എത്തുന്നതിന് മുന്നേ നമ്മളിപ്പം ഇരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരികയാണെങ്കിൽ വാഗമൺ ടൗൺ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് വേണ്ട സംഭവങ്ങളും പൂളും അതുപോലെ നടക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളും നല്ല റൂമും അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റേ ആട്ടോ. നല്ല ഫുഡുമാണ്. ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടോ. അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സൗകര്യങ്ങളായിട്ട് ട്രാമ്പലിൻ അടക്കമുള്ള സംഭവങ്ങളൊക്കെ എവിടെയുണ്ട് കേട്ടോ. അത്യാവശ്യം ഇൻഡോർ ഗെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ. ടേബിൾ ടെന്നീസും അതുപോലെ ക്യാരംസ്, സ്നൂക്കർ, പിന്നെ ചെസ് ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. സംഭവമുണ്ട്. ഇതാട്ടോ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫുള്ള് കുടമഞ്ഞ് കയറി നിറഞ്ഞു കിടക്കാമായിരുന്നു. വൈറ്റ് നിറത്തിൽ വേറെ ഒന്നും കാണത്തില്ലായിരുന്നല്ലോ. ഇതാട്ടോ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണേ. ഇനിയിപ്പം വാഗമണിൽ ഒരുപാട് വെയിലായില്ലെങ്കിൽ നമ്മൾ പോയി ബാക്കി പുൽമേടും അല്ല മൊട്ടക്കുന്നും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. വാഗമണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള മെയിൻ അട്രാക്ഷനിലൊന്നാണ് കേട്ടോ നമ്മുടെ വാഗമൺ പൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ വാഗമൺ പൈൻ വാലി എന്ന് പറയുന്ന ഈ സംഭവം. എനിക്ക് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ പൈൻ മരങ്ങൾ നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ചയായിട്ടോ ഇവിടെ വരുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ നട്ടുച്ച സമയങ്ങളിലൊന്നും എവിടെയും പോകാൻ പറ്റത്തില്ലല്ലോ. വാഗമണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടുച്ച സമയത്ത് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കേട്ടോ. ഇപ്പോൾ സമയം ഇത് 12:30 1 മണിയാണ് ഉച്ചയ്ക്ക്. എനിക്ക് ഇതിനകത്ത് നല്ല തണലല്ലേ. എനിക്ക് അവധി ദിവസങ്ങളിൽ പൈൻ ഫോറസ്റ്റിലെ തിരക്കാട്ടോ ഈ കാണുന്നത്. രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. ഒരാൾക്ക് അഡൾട്ടിന് 10 രൂപയാണ് എൻട്രി ചാർജ്. കുട്ടികൾക്കാണെങ്കിൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 5 രൂപയും. അതുപോലെ ക്യാമറയ്ക്ക് 100 രൂപ വാങ്ങിക്കും. അല്ല വെഡിങ് ഷൂട്ടൊക്കെ ആണെങ്കിൽ 500 രൂപ. അതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും വരുന്നത്. എന്നാ ചോദിച്ചു ഓക്കെ എന്നെ പൊക്കോ അപ്പടെ കൊടുക്കും. നമ്മൾ വാഗമൺ മെഡോസിലെത്തി കേട്ടോ. നമ്മൾ ആദ്യം പൈൻ ഫോറസ്റ്റിലൊക്കെ പോയിട്ട് വെയിൽ താന്നപ്പോഴത്തേക്കും മെഡോസിൽ കയറി. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് നമുക്ക്. അപ്പം വാഗമൺ മെഡോസിൽ കയറാൻ വേണ്ടിയിട്ടേ ഒരാൾക്ക് ചാർജ് വരുന്നത് 25 രൂപയാണ് അഡൾട്ടിന്. അതുപോലെ കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ ചാർജ്. അതുപോലെ 5 വയസ്സ് താഴെ ആണെങ്കിൽ ഫ്രീ ആണ്. പിന്നെ അതുപോലെ ക്യാമറയ്ക്ക് വീഡിയോ ക്യാമറ ആണെങ്കിൽ 200, സാധാരണ ക്യാമറയ്ക്ക് 100. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ ഇത് വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. ഇടിയുള്ള സമയത്ത് പൊതുവേ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാറില്ല. കാരണം മുട്ടക്കുന്നായതുകൊണ്ടും വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴയും ഇടിയുള്ള സമയത്ത് ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. വാഗമണിലോട്ട് ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സ്പോട്ടുകളാണ് നമ്മുടെ ഈ വാഗമൺ മൊട്ടക്കുന്നും പൈൻ ഫോറസ്റ്റും അതുപോലെ വാഗമൺ ലേക്കും ഒക്കെ കേട്ടോ. ഇതൊന്നും അല്ലാതെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വാഗമൺ ഉണ്ട്. ഹെവി ഓഫ് റോഡ് ഓപ്ഷനുകളും അതുപോലെ പിന്നെ ട്രക്കിംഗ് ഉണ്ട്. വാഗമനും ട്രക്കിംഗ്, പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ പാരാഗ്ലൈഡിങ്, സിപ്പ് ലൈൻസ്, അങ്ങനെ ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓപ്ഷൻസും വാഗമൺ അവൈലബിൾ ആണ്. എറണാകുളത്ത് നിന്നൊക്കെ ഒരു ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിനൊക്കെ വരാനോ അതും അല്ലെങ്കിൽ ഒരു ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്ത് കറങ്ങി കണ്ടു തീർത്ത് പോകാനോ ഒക്കെ ആയിട്ടുള്ളൊരു കിടിലൻ ഡെസ്റ്റിനേഷനാണ് കേട്ടോ നമ്മുടെ വാഗമൺ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് പുള്ളിക്കാനം വഴി ഇറങ്ങി പോകാം കേട്ടോ. അത് കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടിൽ പോകുമ്പോഴത്തെ കാഴ്ചകൾ കേട്ടോ. ഇതൊരു അടിപൊളി റൂട്ടാണ്. അപ്പോൾ വാഗമണ്ണ് പോകാൻ താല്പര്യമുള്ളവർ പോകുമ്പോഴോ വരുമ്പോഴെങ്ങാനും ഈ ഒരു റൂട്ടൊന്ന് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ മൂലമറ്റം പോകുന്ന റൂട്ടിൽ, എറണാകുളത്ത് വരുമ്പോൾ മൂലമറ്റം പോകുന്ന റൂട്ടിൽ, തൊടുപുഴ കഴിഞ്ഞ് മൂലമറ്റം പോകുന്ന റൂട്ടിൽ വന്നിട്ട് കാഞ്ഞാറിന്ന് തിരിഞ്ഞ് പുള്ളിക്കാനം കയറി പുള്ളിക്കാനം നിന്ന് വാഗമണിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ വാഗമണിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഈ സെയിം റൂട്ടിൽ പുള്ളിക്കാനം കാഞ്ഞാറ് പിന്നെ മൂലമറ്റത്തേക്ക് ഇറങ്ങുന്ന റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ
കിടിലൻ കാഴ്ചകളാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങളും വരുന്ന വഴിക്ക്, അത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ്. വാഗമണിൽ നമ്മൾ ഈ പോയ സ്ഥലങ്ങൾ കൂടാതെ പിന്നെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ തങ്ങൾപ്പാറ, കുരിശുമല ആശ്രം, അതുപോലെ പുതുതായിട്ട് തുറന്ന ഗ്ലാസ് ബ്രിഡ്ജ്, ഉളുപ്പുണ്ണി, അങ്ങനെ ഒത്തിരി പിന്നെ ഓഫ് റോഡ് സ്ഥലങ്ങൾ, ജീപ്പിനൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ. അവിടെ ജീപ്പുകാരൊക്കെ ഉണ്ടാകും കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് വ്യൂ പോയിന്റ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പം ഫാമിലിക്ക് ഒരു ദിവസം കൊണ്ട് പോയി കറങ്ങി വരാവുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇതിൽ കവർ ചെയ്തത്. അപ്പം വാഗമണ്ണ് മൊത്തത്തിലൊന്നും ആയിട്ടില്ല, ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് വേറെ. നമുക്ക് വേണ്ട സ്ഥലങ്ങളനുസരിച്ച് ചൂസ് ചെയ്യാം. ഇത് കുറച്ച് സ്ഥലങ്ങൾ മാത്രം നമ്മൾ ഒരു ട്രിപ്പിൽ കാണിക്കാവുന്നത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ ഫോറസ്റ്റ് വീഡിയോസ്, ട്രക്കിങ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേസ് അങ്ങനെയൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫാമിലി ട്രിപ്പ് വീഡിയോസും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.